പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രതിവചന സങ്കീർത്തനമാണ് എല്ലാത്തിൻ്റെയും ഒരു ബേസായിട്ട് നിൽക്കുന്ന വചനം. 9-ാമത്തെ സങ്കീർത്തനമാണ്. കർത്താവെ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. 1-ാമത്തെ വായന ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകമാണ്. അതിനകത്ത് വലിയൊരു നിലവിളിയുണ്ട്. ആ നിലവിളി ഇപ്രകാരമാണ്: അഭയശിലയായവനെ കർത്താവെ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. അഭയശിലയായവനെ നിലവിളിയാണ്. കർത്താവ്, ഞങ്ങൾക്ക് അഭയമായ കർത്താവെ എന്നുള്ള നിലവിളിയാണ്. അങ്ങനെ ചെന്ന ഒരാളെയും കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നത്. സുവിശേഷം അതിന് വ്യക്തമായിട്ടുള്ള സാക്ഷ്യമാണ്. കർത്താവ് അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. യേശു അവനെ ശാസിച്ചു, പിശാച് അവനെ വിട്ടുപോയി, തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. കർത്താവിനെ അന്വേഷിച്ച് പ്രയാസത്തോടുകൂടെ ഒരാൾ വരാണ്. ആൾ വന്നിട്ട് പറയണ കാര്യം: കർത്താവെ, അപസ്മാരം പിടിപെട്ട എൻ്റെ കൊച്ച് വല്ലാതെ കഷ്ടപ്പെടുന്നു, അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷെ അവർക്ക് അവനെ സുഖപ്പെടുത്താൻ പറ്റിയില്ല. അവിടെ വെച്ച് കർത്താവ് ഒന്ന് ചില കഠിന വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും. ഇവിടെ ഇത് വായിക്കണം: കർത്താവെ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. അഭയശിലയായവനെ. ഇങ്ങനെ കർത്താവിൽ ഇങ്ങനെ അഭയം പ്രാപിച്ച് അവനിൽ വിശ്വസിച്ച് സുഖപ്പെടുത്താൻ പറ്റാതെ പോയ തൻ്റെ കൂടെയുള്ള പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വിളിക്കുന്ന വിളിയാണത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വിശ്വാസമില്ലാത്ത? ഈ ഒരു കുഞ്ഞിനെ സുഖപ്പെടുത്താനാവാത്ത വിധത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിശ്വാസം താഴ്ന്നു പോയേ? വചനത്തിൽ കർത്താവ് പറയും: നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല. ഈശോയുടെ ഒപ്പം നിൽക്കുന്ന മനുഷ്യർക്ക് കൂടെയുള്ളവരെ സൗഖ്യപ്പെടുത്താനായിട്ടുള്ള ബാധ്യതയുണ്ടെന്നാണ് വചനം പറയണേ. ഒപ്പമുള്ളവരെ ബലപ്പെടുത്താനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് കർത്താവ് ഓർമ്മപ്പെടുത്തണേ. കൂടെയുള്ളവരുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയും പ്രത്യാശയും നിറച്ചു കൊടുക്കാനായിട്ടുള്ള കടമയുണ്ടെന്നാണ് കർത്താവ് പറയണേ. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല, വിശ്വസിച്ചാൽ മാത്രം മതി. അങ്ങനെ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട്, കർത്താവിൽ അഭയം പ്രാപിച്ച്, അവിടുത്തെ അന്വേഷിച്ച് ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സ്വർഗത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കൊടുത്ത വിശുദ്ധ ഡൊമിനിക് എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ്റെ തിരുനാളാണ്. അറിയാമായിരിക്കും. പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ജപമാല നൽകിയ വിശുദ്ധൻ എന്ന രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഒരൊറ്റ ജപമാല വെച്ചിട്ട്, അതിതീക്ഷ്ണമായ വിശ്വാസ ജീവിതം വെച്ചിട്ട്, ജീവിത വിശുദ്ധി വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ പാഷണ്ഡികളെ പരാജയപ്പെടുത്തുന്നത്, സഭാമക്കളെ കർത്താവിൻ്റെ മടിത്തട്ടിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാഴ്ച കാണും. വിശുദ്ധ ഡൊമിനിക്ക് ഇങ്ങനെ സഭാസേവനം ആരംഭിക്കുന്ന സമയത്ത് കൊടുമ്പിരി കൊണ്ടിരുന്ന പാഷണ്ഡതകളെ അദ്ദേഹം ഇങ്ങനെ നിശിതമായിട്ട് വിമർശിക്കുകയും എതിർക്കുകയും തോൽപ്പിച്ചോടിക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്ന് മാത്രമേ ഉള്ളൂ: കർത്താവിലുള്ള കഠിനമായിട്ട് അതിതീക്ഷ്ണമായിട്ടുള്ള വിശ്വാസം. അദ്ദേഹം ഇങ്ങനെ പലരെയും ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ 3 സന്യാസ സഭകളൊക്കെ സ്ഥാപിച്ചു. ആലോചിച്ച് നോക്കിയേ, ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെ 3 സഭകൾക്ക് തുടക്കമിടാണ്. 3 സഭകൾ സ്ഥാപിക്കുന്നുണ്ട്. 3-ാമത്തെ സഭ അദ്ദേഹം സ്ഥാപിക്കുന്നത് കുടുംബജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ എഴുതുന്നുണ്ട്. അതായത് എല്ലാവരെയും ഇങ്ങനെ കർത്താവിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ടുള്ള ശ്രമമാണ്. കുടുംബജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് 3-ാമത്തെ സഭ. അവിടെ സാധാരണ ജീവിതം ആണ്, ലോകത്തോട് ചേർന്ന ജീവിതമാണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുടെ ഇടയിലാണ് ഒരു സഭ സ്ഥാപിക്കുന്നത്. എല്ലാവരും കർത്താവിൻ്റെ അടുക്കലേക്ക് വരേണ്ടവരാണ്, കർത്താവിനെ അന്വേഷിക്കേണ്ടവരാണെന്നുള്ള തെളിച്ചമുണ്ടായിരുന്നൊരു മനുഷ്യൻ. അതിതീക്ഷ്ണമായിട്ടുള്ള വിശ്വാസം കൊണ്ട് പാഷണ്ഡതകളെയൊക്കെ അതിജീവിക്കാനായിട്ട് സ്വർഗം അദ്ദേഹത്തിന് കൊടുത്ത ശക്തമായിട്ടുള്ള ആയുധം ജപമാലയായിരുന്നു. വിശുദ്ധ ഡൊമിനിക് വഴിയായിട്ട് ഇന്ന് ഈ ലോകം മുഴുവൻ ഈ ജപമാല പ്രാർത്ഥന നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ അഭയശിലയായവനെ, ഈ ജപമാല പ്രാർത്ഥനയൊക്കെ വെച്ചിട്ട് കർത്താവിനെ തന്നെയാണല്ലോ വിളിക്കണേ. പരിശുദ്ധ മാതാവ് വഴി അതിശക്തമായ മധ്യസ്ഥം വഴിയായിട്ടൊക്കെ കർത്താവിങ്കിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് പരിശ്രമിച്ച ഒരു വിശുദ്ധൻ. ആ തമ്പുരാനിലേക്ക് ഒന്ന് ജീവിതം സമർപ്പിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തല, ഒന്ന് വിശ്വസിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തല. എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ
നമുക്കിനി തിരിച്ചു പോക്കിൻ്റെ വഴി ആ ജപമാലയുടെ വഴിയാണ്. വിശ്വാസത്തിലേക്കുള്ള വഴി ആ ജപമാലയുടെ വഴിയാണ്. അത് ഇനി മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്താനും ആശ്വസിപ്പിക്കാനും ബലപ്പെടുത്താനുമുള്ള വഴി ആ ജപമാലയുടെ വഴിയാണ്. ആ ജപമാലയിലൂടെ ഈശോയുടെ ആശ്വാസത്തിലേക്കും സന്തോഷത്തിലേക്കും പ്രത്യാശയിലേക്കുമൊക്കെ എത്തിച്ചേരാനായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വിശുദ്ധൻ്റെ തിരുനാളാണ്. കർത്താവെ, വിശുദ്ധ ഡൊമിനിക്കിനെ പോലെ അതിതീക്ഷ്ണമായ വിശ്വാസം കൊണ്ടും വിശുദ്ധമായ ജീവിതശൈലി കൊണ്ടും സഭയ്ക്കെതിരായ ക്രിസ്തുവിനെതിരായ വിശ്വാസത്തിനെതിരായിട്ടുള്ള പഠനങ്ങളേക്ക് എതിർത്ത് തോൽപ്പിക്കാനായിട്ട് ഞങ്ങളെയും ബലപ്പെടുത്തണമേ എന്ന്. തീക്ഷ്ണമായ വിശ്വാസത്തിൻ്റെ ജീവിതം കൊണ്ട് കൂടെയുള്ളവർക്ക് മാതൃകയായി ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന്. ഞങ്ങളുടെ അഭയശിലയായവനെ എന്ന് പറഞ്ഞ് അങ്ങയെ അന്വേഷിക്കുന്നവരുടെ തലമുറയായി ജീവിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ എന്നൊന്ന് പ്രാർത്ഥിക്കണം. ഒരിക്കലും അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള തിരുവചനം ഞങ്ങളുടെ ജീവിതത്തെ, മുന്നോട്ടുള്ള വഴികളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ കയ്യിലുള്ള ജപമാല വിട്ടുകളയാതെ കർത്താവിങ്കലേക്കുള്ള വഴിയായി അതിനെ കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് കയ്യിൽ പിടിപ്പിച്ചു കൊടുക്കുക. ഒരൊറ്റ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താണ്, ജപമാല ഇങ്ങനെ കഴുത്തിലിട്ടുകൊണ്ട് ആഭരണമായി ധരിക്കാനുള്ളതല്ല എന്ന് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന്, കയ്യിൽ കാണണം, പോക്കറ്റിൽ കാണണം. എപ്പോൾ വേണമെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ, ഒരിത്തിരി സമയം കിട്ടുമ്പോൾ ഇതെടുത്ത് ചൊല്ലാൻ പറ്റുന്ന പാകത്തിൽ ജപമാല എപ്പോഴും കയ്യിലോ പോക്കറ്റിലോ ഒക്കെ ഉണ്ടാവണം. കഴുത്തിൽ തൂക്കിയിടാനല്ല അത്. നേരെ മറിച്ച് കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ച സമയത്ത് നമ്മൾ ഓർമ്മപ്പെടുത്തി, കഴുത്തിൽ ധരിക്കേണ്ട ഉത്തരീയം, കയ്യിൽ പിടിക്കേണ്ട ജപമാല. ഈ ജപമാല വഴി വിശ്വാസ ജീവിതത്തിൻ്റെ തീക്ഷ്ണതയുള്ളവരാകാൻ, കർത്താവിലെത്തിച്ചേരാൻ, അങ്ങനെ കർത്താവിനെ അന്വേഷിക്കുന്ന, കർത്താവിനെ അഭയശിലയായി മനസ്സിലാക്കിയ ആ ഒരു ബലത്തിൽ ജീവിക്കുന്ന മനുഷ്യരായി മുന്നോട്ട് പോകാൻ നമുക്ക് കൃപ തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ, അഭയശിലയായവനെ ആശീർവദിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുട്ടിന്മേലായിരിക്കും. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അഭയശിലയായവനെ, അങ്ങ് ഞങ്ങൾക്ക് ഈ രാത്രിയിലും അഭയം നൽകണമേ. ഇനിയുള്ള ജീവിതത്തിലും അഭയമായി കൂടെ നിൽക്കണമേ. അങ്ങിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് അങ്ങയെ അന്വേഷിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് തെളിച്ചം നൽകണമേ എന്ന അപേക്ഷയോടുകൂടെ, കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ മനസ്സോടെ ഉറക്കത്തിലും അവിടുന്നിലേക്ക് കൺതുറന്നിരിക്കുന്ന മനുഷ്യരായിരിക്കാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.